കാസർഗോഡ് ബേഡകം പോലീസ് സ്റ്റേഷനിലെ ഗ്രേഡ് സി വിജയന് നാടിന്റെ അന്ത്യാഞ്ജലി. പാടിയിലെ വീട്ടുവളപ്പിൽ ഔദ്യോഗിക ബഹുമതികളോടെയായിരുന്നു സംസ്കാരം. ബിന്ദു ജ്വല്ലറി കാസർഗോഡ്. ഗോൾഡ്, ഡയമണ്ട്, ബേർസ്റ്റോൺ, സിൽവർ 100% BIS 916 ഹോൾമാർക്ക് ഗോൾഡ്. വിഷം അകത്ത് ചെന്ന് ഗുരുതര നിലയിൽ ചികിത്സയിലിരിക്കെ മരണപ്പെട്ട ബേഡകം പോലീസ് സ്റ്റേഷനിലെ ഗ്രേഡ് SI രാജപുരം കോളിച്ചാൽ സ്വദേശി വിജയന് നാട് വിട നൽകി. എറണാകുളം അമൃത ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലിരിക്കെയാണ് മരണം സംഭവിച്ചത്. കഴിഞ്ഞ തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 1 മണിയോടെ ബേഡകം പോലീസ് സ്റ്റേഷന് സമീപത്തെ പോലീസ് ക്വാർട്ടേഴ്സിലാണ് ഗ്രേഡ് SIയെ അവശനിലയിൽ കണ്ടെത്തിയത്. ഉടൻ തന്നെ കാസർഗോട്ടെ ആശുപത്രിയിലും പിന്നീട് മംഗളൂരുവിലെ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. എന്നാൽ നില ഗുരുതരമായതിനെ തുടർന്ന് ബുധനാഴ്ചയാണ് അമൃത ആശുപത്രിയിലേക്ക് മാറ്റിയത്. ശനിയാഴ്ച വൈകിട്ടോടെ മരണം സംഭവിക്കുകയായിരുന്നു. ബേഡകം ഹൊസ്ദുർഗ് പോലീസ് സ്റ്റേഷനുകളിൽ പൊതുദർശനത്തിന് വെച്ച മൃതദേഹത്തിൽ സഹപ്രവർത്തകർ അന്ത്യാഞ്ജലി അർപ്പിച്ചു. പാടിയിലെ വീട്ടുവളപ്പിൽ ഔദ്യോഗിക ബഹുമതികളോടെയായിരുന്നു സംസ്കാരം. നിരവധി പേർ മൃതദേഹത്തിൽ അന്ത്യാഞ്ജലി അർപ്പിച്ചു. കുട്ടിനായിക് ആകാച്ചുബായ് ദമ്പതികളുടെ മകനാണ് വിജയൻ. പ്രീജയാണ് ഭാര്യ. അഭിജിത്ത്, ആവണി എന്നിവർ മക്കളാണ്. ഒരു കേസന്വേഷണവുമായി ബന്ധപ്പെട്ട മാനസിക സംഘർഷമാണ് വിഷം കഴിക്കുവാൻ കാരണമെന്ന് വിജയൻ മൊഴി നൽകിയതായാണ് അറിയുന്നത്. ഗ്രേഡ് SIയുടെ മരണത്തിന് കാരണമായത് ഉന്നത ഉദ്യോഗസ്ഥരുടെ കടുത്ത സമ്മർദ്ദമാണെന്ന ആരോപണവുമായി യൂത്ത് കോൺഗ്രസ് രംഗത്തെത്തിയിട്ടുണ്ട്. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി CM ഉനൈസിനെതിരായി CPIM വനിതാ നേതാവ് നൽകിയ പരാതിയിലെ അന്വേഷണ ഉദ്യോഗസ്ഥനായിരുന്നു വിജയൻ. ഈ കേസുമായി ബന്ധപ്പെട്ടുണ്ടായ മാനസിക സമ്മർദ്ദമാണ് വിജയനെ ആത്മഹത്യയിലേക്ക് നയിച്ചതെന്നാണ് കോൺഗ്രസ് ആരോപണം. ഈ ആരോപണങ്ങളെ CPM പൂർണ്ണമായും തള്ളിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.